ഇന്നലെ രാത്രി ലൈവിൽ നടന്ന സംഭവത്തിലേക്കാണ് പോകുന്നത്. റസ്മിൻ നമ്മുടെ ശ്രീധുവിനോട് ഇഷ്ടം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എനിക്കെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു, അതായത് ഐ ഹാവ് എ ക്രഷ് ഓൺ യു, എന്നിട്ട് ഐ ആം സോറി എന്നൊക്കെ പറയുന്നുണ്ട് റസ്മിൻ. അതേ മക്കളെ, റസ്മിൻ ഒരു ലെസ്ബിയൻ ആണ്. റെനീഷ അളിയൻ ട്രാക്ക് പിടിക്കാത്തതിന്റെ കുറവും കൂടി ഈ സീസണിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി പൂർത്തിയായി. കണ്ടന്റ് ചാകര കൊണ്ട് മനുഷ്യൻ ഇരിക്കപ്പുറത്ത് ഇല്ലാതിരിക്കുമ്പോഴാണ് റസ്മിൻ ഭായ് ഇങ്ങനെയുള്ള വകുപ്പ് ഇറക്കിക്കൊണ്ട് വരുന്നത്. അതെന്തോ ആവട്ടെ, രണ്ടുപേരും ഗാർഡൻ ഏരിയയിലെ ആ ഒരു ലോണിൽ കിടക്കുമായിരുന്നു എന്നല്ലേ. അപ്പൊ റസ്മിൻ ഇത് പറഞ്ഞതും ശ്രീധു ചാടി എണീക്കുന്നുണ്ട്. ശ്രീധു ആകെ ഞെട്ടിത്തെരിച്ച് ഇല്ലാതാവുന്നുണ്ട്. ഇവ എന്നടാ ഈ സൊൾറാ, പൊണ്ണുങ്ങ തമ്മിൽ ലവ് പണ്ണുവാങ്ങളാ എന്നൊക്കെ ഓർത്ത് കിളി പോയിരിക്കുന്നുണ്ട്. പക്ഷെ ചിരിച്ച് തള്ളുന്നുമുണ്ട് അതേ സമയത്ത് തന്നെ. അയ്യോ എൻ കടവുളെ, എതുക്കിടാ എന്റെ ഇടുത്തിയെ എൻ തലമേലെ കൊണ്ടുവന്ന് പോട്ടത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഒരു മണ്ടനെ തന്നെ താങ്ങാൻ പറ്റാതിരിക്കുകയാണ്. പിന്നെയാണ് ലെസ്ബിയൻ ലവ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം കടന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാണണം എന്റെ പൊന്നോ. ശ്രീധുവിന്റെ കാര്യം ഓർത്ത് എനിക്ക് നല്ല സഹതാപമുണ്ട്. കാരണം ലെസ്ബിയൻ ആണെന്നൊക്കെ പറഞ്ഞാലും കുറച്ച് ക്വാളിറ്റി ഉള്ളവരായിരുന്നെങ്കിൽ തിരിച്ച് പ്രേമിക്കാമായിരുന്നു. ഇത് കയ്യിലിരിപ്പാണെങ്കിൽ നല്ല ഒന്നാന്തരം ചട്ടമ്പിത്തരം, പറയുന്നതാണെങ്കിൽ ഭൂലോക തെമ്മാടിത്തരങ്ങളും കാണിച്ചു കൂട്ടുന്നത് അമ്മാതിരി വിവരക്കേടുകളും. ശ്രീധുവിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിച്ചു നോക്ക്. പ്രേമിക്കാൻ ക്വാളിറ്റി ഉള്ള ആളൊന്നും അല്ല ഈ പ്രപ്പോസ് ചെയ്തത്. അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും റസ്മിൻ ഇതേപോലെ ഒരു പ്രപ്പോസൽ നടത്തുന്നുണ്ട്. ഐ ഹാവ് എ ക്രഷ് ഓൺ യു എന്ന് പറയുന്നുണ്ട് ശ്രീധുവിന്റെ അടുത്ത്. റസ്മിൻ ഒരു ലെസ്ബിയൻ ആണ്. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.